ഞാൻ എപ്പോഴും ആലോചിക്കും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഫിസിക് എന്താ ഇങ്ങനെയെന്ന്. സ്കിന്നി ആംസും ലെഗ്സും, മസിൽ മാസ് ഉണ്ടാവില്ല, വെയ്സ്റ്റ് റീജിയനിൽ ഒരുപാട് ഫാറ്റും ഉണ്ടാവും. ഇതിനെ കോമൺലി പറയുന്നത് സ്കിന്നി ഫാറ്റ് എന്നാണ്. ഈ ബോഡി ടൈപ്പുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, ഒരുപക്ഷെ നിങ്ങൾ തന്നെ. ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് 70 മില്യൺ ഡയബറ്റീസ് കേസസാണ് ഉള്ളത്. ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണോ അതോ നമുക്ക് പാരമ്പര്യമായിട്ടുള്ളതാണോ? സയൻസ് ആൻഡ് ടെക്നോളജി വളരെ അഡ്വാൻസായി പോകുന്ന നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഫിറ്റ്നസ്സും ഹെൽത്തിലും മാത്രം എന്താ പിന്നോട്ട്. പുറം രാജ്യങ്ങളിലൊക്കെ ഒരു 60-70 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ റിട്ടയർ ചെയ്യും. അത് കഴിയുമ്പോൾ അവർ വെക്കേഷൻസും ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നടക്കും. പക്ഷേ നമ്മളുടെ നാട്ടിൽ ഈ പ്രായമാകുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി കിടക്കും, അല്ലെങ്കിൽ കിടപ്പിലായിരിക്കും. ഞാൻ തന്നെ സ്കോട്ട്ലാൻഡിൽ എൻ്റെ ഒരു ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്തപ്പോഴത്തേക്കും കണ്ടതാണ്. ഞാൻ വളരെ ഷോക്കായിപ്പോയി. ഓൾമോസ്റ്റ് 90 വയസ്സുണ്ട് ഈ അപ്പച്ചന്. പക്ഷേ എന്താണ് പുള്ളിക്ക് ഇത്ര സ്ട്രോങ് ആവാൻ കാരണം? കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും റെഗുലർ എക്സസൈസും മാത്രമാണ്. ഇനി നമ്മളുടെ നാട്ടിലാണെങ്കിലോ ഈ അവസ്ഥയ്ക്ക് പിന്നെ തന്നെ കുറച്ച് കാരണങ്ങളുണ്ടാവും. ആദ്യമേ തന്നെ നമ്മളുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ സംഭവമാണ് കാർബ്സ്. ഓൾമോസ്റ്റ് 70% നമ്മളുടെ ഡയറ്റിൽ കാർബ്സാണ്. അതുമല്ല പ്രോട്ടീൻ അളവ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം തന്നെ 2 നേരം ചോറ് കഴിക്കും. ആൻഡ് നമ്മുടെ പ്ലേറ്റ് ആണെങ്കിലോ ഇത്രയും ചോറുണ്ടാവും, ഇച്ചിരി കറിയുണ്ടാവും. കാർബ്സ് ഒരിക്കലും കഴിക്കരുതെന്നല്ല പറയുന്നത്, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കുക. ഇത് നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനും ഫിറ്റ്നസ്സിനും നല്ല മാറ്റം വരുത്തും. പിന്നെയുള്ളൊരു കാര്യമാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, ഇതറിയാൻ പാടാത്തവർക്ക് വേണ്ടി പറയുന്നത്. ഞാൻ ഈ ഒരു ചാർട്ട് കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് ഹെൽത്തി ടു അൺഹെൽത്തി സൈഡ് കാണാൻ പറ്റും. പക്ഷേ ചില സമയത്ത് അൺഹെൽത്തി എന്ന് തോന്നിക്കുന്ന പല ആൾക്കാരും ഹെൽത്തി ആയിരിക്കും, ഹെൽത്തി എന്ന് പറയുന്ന പല ആൾക്കാരും അൺഹെൽത്തി ആവാനും ചാൻസ് ഉണ്ട്. ഇവരൊക്കെ സ്കിന്നി ഫാറ്റ് കാറ്റഗറിയിലുള്ളവരായിരിക്കും. ഹെൽത്തി BMIയിൽ വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ആക്ച്വലി ഹെൽത്തി ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കരുത്. പിന്നെയുള്ളൊരു പ്രശ്നമാണ് വർക്കൗട്ടിനെ കുറിച്ചുള്ള റോങ് മൈൻഡ് സെറ്റ്. അതായത് ഇപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ ജിമ്മിൽ പോയി കുറേ ഓവർ വർക്ക് ചെയ്ത് കുറേ ഹാർഡ് ഡയറ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് കുറയ്ക്കും. എന്നിട്ട് ആ ഫംഗ്ഷനോ പരിപാടിയോ കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ തന്നെ ആവും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സസൈസ് ചെയ്യുന്നതും ഡയറ്റ് ചെയ്യുന്നതും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ നിങ്ങൾ വല്ലപ്പോഴോ ഒരിടക്കോ ചെയ്യുന്നുണ്ട് ഒരു ഉപകാരവുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാരൊക്കെ പറയും പ്രോട്ടീൻ പൗഡർ കഴിക്കരുത്, അത് കഴിച്ചാൽ കിഡ്നി പോവും, വളരെ ഡേഞ്ചറാണ് എന്നൊക്കെ. ആക്ച്വലി പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ നല്ല ബ്രാൻഡാണ് മാത്രം ഉറപ്പുവരുത്തുക. കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ചാത്തൻ മേടിച്ച് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. നല്ല പ്രോട്ടീൻ പൗഡർ ഏതാണെന്ന് റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. പിന്നെ അതല്ലാതെ വേറൊരു പ്രശ്നമാണ് അക്കാഡമിക് പ്രഷേഴ്സ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും മേജർ പ്രയോറിറ്റിയാണ് നല്ല മാർക്സ് മേടിക്കാൻ. അത് കഴിഞ്ഞ് ജോലി കിട്ടിയാലോ അതിൽ എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യാനും ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാനും ഓടണം. പക്ഷേ ഈ കാര്യങ്ങൾ കൊടുക്കുന്ന പകുതി എഫേർട്ട് പോലും നമ്മളുടെ ഹെൽത്തിനും ഫിസിക്കിനും നിങ്ങൾ കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് നല്ലൊരു ലൈഫിന് വേണ്ടി നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് വേണം. പക്ഷേ ലൈഫിൽ ഒരുപാട് നേടി കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഹോസ്പിറ്റലാണെങ്കിൽ എന്ത് കാര്യം? അത് കഴിഞ്ഞ് വേറൊരു പ്രശ്നമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന മാറ്റങ്ങൾ. ഒരുപാട് കാർബ്സുള്ള നമ്മളുടെ ഈ ഡയറ്റ് ആക്ച്വലി പണ്ടത്തെ കാലത്ത് ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത സമയത്തുള്ളതാണ്. പാടത്തും പറമ്പത്തും ഒരുപാട് പണിയെടുക്കുന്ന ടൈം. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നല്ല രീതിയിൽ മാറി. നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം. നമ്മുടെ ലൈഫ് അത്രയും ഈസിയായി. വിച്ച് മീൻസ് പണിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയെങ്കിലും നമ്മുടെ ഡയറ്റും ഈറ്റിംഗ് ഹാബിറ്റ്സും മാറിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എക്സസൈസിനെയും ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെയും കുറിച്ച് കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് തന്നു വിചാരിക്കുന്നു ഞാൻ. അപ്പോൾ നിങ്ങളെ ബെറ്റർ ആക്കാനുള്ള എൻ്റെ ഈ ജേർണിയിൽ നിങ്ങളും എൻ്റെ കൂടെ വാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. Bye guys.